കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകര ബന്ധമെന്ന പരാതി. 3 പുരോഹിതർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. സീറോ മലബാർ സഭയിലെ ആരോപണ വിധേയരായ വൈദികർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകി. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകര ബന്ധമെന്നൊരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സീറോ മലബാർ സഭയിലെ ചില പുരോഹിതർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ചില ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും പിന്നീട് ഇത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നതാണ്. ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഒരു സിനഡ് റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ വന്നിരുന്നതാണ്. 2017 മുതലാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരരുമായിട്ട് ഒരു കൂട്ടുകെട്ടിലേക്ക് പുരോഹിതർ കടന്നിരുന്നത് എന്നുള്ളതാണ് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. ചില സമരങ്ങളിൽ ഇവരുടെ പങ്കാളിത്തം വ്യക്തമാണ്. അത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വിശ്വാസികളുടെ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നടപടികളോ കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നിലപാടുകളോ ഒന്നും തന്നെ സഭയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാത്തലിക് ഫോറം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ പറയുന്ന, അതായത് 12 പേർക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഈ 12 പേരിൽ 3 പേരെന്ന് പറയുന്നത് സീറോ മലബാർ സഭയിലെ വൈദികരാണ്. ഈ 12 പേർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ഈ 2017 ഡിസംബർ മാസം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള വൈദികരാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിധ്വംസക ശക്തികളിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് സഭയെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് വിശ്വാസികളിൽ ഒരു പങ്ക്, അല്ലെങ്കിൽ ഒരു ഭാഗം വിശ്വാസികൾ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സമരങ്ങൾ, അതായത് മുൻകാലഘട്ടങ്ങളിൽ കേരളത്തിൽ കലാപത്തിലേക്ക് വഴിവെച്ച ചില സമരങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരം ശക്തികൾ പുരോഹിതരുടെ ഇടയിൽ അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കാത്ത പക്ഷം സീറോ മലബാർ സഭയ്ക്ക് കീഴിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കാത്തലിക് ഫോറം നൽകിയിട്ടുള്ള പരാതിയെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചില സമരങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർ പിടിമുറുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇക്കാര്യത്തിൽ പുറത്തുവരുന്നത്. ദേവിക.